വേറെ എന്തൊക്കെ ചെലവുണ്ട് പൈസക്ക്. ഇനിയിപ്പോൾ അവസാനം ഈ കുറിയിലും കൂടെ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഇനി അത് അടുത്ത വഴക്കിനുള്ള കാരണമാണ്. എന്ത് അത് വെറുതെ കളിയല്ലല്ലോ, സ്വർണ്ണമായിട്ടല്ലേ തിരിച്ചു കിട്ടുന്നേ. ഇപ്പൊ നിനക്ക് ചേരേണ്ട കാര്യം എന്താ? നിനക്ക് സ്വർണ്ണം ഉണ്ടല്ലോ, ഉള്ള ഇട്ടാ മതി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എല്ലാവർക്കും ചേരാം. ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം നടക്കില്ല. എന്റെ കയ്യിൽ അതിന് പൈസ ഇല്ല. അമ്മ നാത്തിനും പൈസ കൊടുക്കും, എനിക്ക് പൈസ തരാൻ ആരുമില്ല. എടി തങ്കത്തിന് ഇല്ലല്ലോ. എന്ത് പറഞ്ഞാലും തങ്കത്തിന്റെ പക്ഷം പിടിക്കുന്ന എന്തിനാ നിങ്ങള്? നീ അതിന് ചേരണ്ട തന്നെ. എനിക്ക് ചേരണം. വല്ലാത്തൊരു മലക്ക്. എവിടേക്കെങ്കിലും കടന്നു പോയാ മതി. വേറെ ഒരുപാട് ചെലവുകളില്ലേ? കുറിയുണ്ട്, തേങ്ങ, മാങ്ങാത്തൂരുണ്ട്, ഇതിനൊക്കെ പൈസ കൊടുക്കണ്ടേ? അതിന് 5000 രൂപയൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഉള്ള പോലെ 500, 1000, 2000 അങ്ങനെ മതി. ഇതൊക്കെ മാസം മാസം കൊടുക്കണ്ടേ? ആ മാസം മാസം കൊടുക്കണം. മാസം മാസം കൊടുക്ക. എവിടെ നിന്റെ കയ്യിൽ പൈസ? ഏട്ടനെ എനിക്ക് തന്നെ. എന്റെ കയ്യിലില്ല, അതാ ഞാൻ പറഞ്ഞേ. തന്നേ പറ്റുള്ളൂ. അങ്ങനെ പറ്റില്ലല്ലോ. എല്ലാ കാര്യത്തിനും ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ തരുമോ 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 എന്ന് ചോദിക്കണം. നിങ്ങളത് മനസ്സിലാക്കി ചെയ്യണ്ടേ? ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്? എന്റെ കയ്യിൽ പൈസ ഇല്ലേ, അതിനൊന്ന് പറഞ്ഞില്ലേ? എന്നാ അമ്മയെങ്കിലും ആലോചിക്കണ്ടേ? അമ്മ എന്തിനാണ് ആലോചിക്കണേ? അമ്മ അമ്മയുടെ മോക്ക് മാത്രം കൊടുക്കുമല്ലോ. അമ്മയുടെ മോക്ക് അത് ഇല്ലാത്തത് കൊണ്ടാണ്. നിനക്കത് ഉണ്ടല്ലോ. എനിക്കില്ലല്ലോ. എല്ലാം അമ്മയുടെ മോനെടുത്ത് പണയം വെച്ചേക്കുവാണല്ലോ. അത് പറയുമ്പോ ദേഷ്യം വന്നിട്ട് എന്തായാലും എനിക്ക് കഴിച്ചേ മേടിക്കാനുള്ളതാ. പൈസ തന്നേ പറ്റുള്ളൂ. പൈസ തന്നെ ഇല്ല. ആ പൈസ എന്റെ കയ്യിൽ നിന്നേ കുറി കൂടാൻ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എന്റെ മോള് നിൽക്കണ്ട കേട്ടാ. ആ ലൈറ്റ് ഓഫ് ചെയ്താ. എനിക്ക് സൗകര്യമില്ല. പൈസ തരുമെന്ന് പറഞ്ഞാൽ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാം. പൈസ തരൂല. എനിക്ക് പൈസ വേണോ? പൈസ തരില്ലെന്ന് പറഞ്ഞില്ലേ? നീ അതിന് ചേരണ്ട. ഒക്കെ കഴിഞ്ഞപ്പോ സ്വർണ്ണക്കുറി ചേരാനായിട്ടാണ്. ഇല്ല, എന്റെ വിദ്യ.